കോട്ടയത്തെ കൃത്യമായും കെ.എം. മാണിയുടെ മാണി കോൺഗ്രസ് അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് അണികൾക്ക് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കേരള കോൺഗ്രസ് ഇനി ജോസഫ് ഗ്രൂപ്പിൻ്റെ കാലഘട്ടമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അണികൾ അങ്ങോട്ട് ചേക്കേറിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വ്യക്തമായി കോൺഗ്രസിന് അനുകൂലമായി ഫലിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തോട് ചേർന്നത് മുതൽ തന്നെ ഇതിൻ്റെ അന്തസത്ത മാറിയിരിക്കുകയാണ്. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ ഇടതുപക്ഷം ഒരു രീതിയിലും സമ്മതിക്കാത്ത സാഹചര്യത്തിൽ പോലും കെ.എം. മാണിയെ നെഞ്ചുകൊടുത്ത് സഹായിച്ച UDF MLA-മാരെ അവഹേളിക്കാനും ആ പ്രസ്ഥാനത്തെ തകർക്കാനും കൂട്ടുനിന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായും കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണി കൃത്യമായും തിരിച്ച് മുന്നണിയിലേക്ക് വന്നാൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് UDF പറയുന്നൊരു കാര്യമുണ്ട്. ജോസ് കെ മാണിയുടെ ഒരു ആവശ്യവും കേരളത്തിലെ UDF പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. അതില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ കേരള കോൺഗ്രസ് ബന്ധം എന്നതിന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. PJ ജോസഫ് ഗ്രൂപ്പിൽ മോൻസ് ജോസഫാണ് ഏറ്റവും കരുത്തൻ. ജോബ് മൈക്കിളും N ജയരാജും അതോടൊപ്പം തന്നെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ, ആകെ റോഷി അഗസ്റ്റിൻ ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കളും ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിയോട് അനുവാദം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. മര്യാദകേടിന് തിരിച്ചും മര്യാദകേട് എന്നത് തന്നെയാണ് ഉത്തരം. UDF-ന്റെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഇതിൽ പലരും. UDF-ന്റെ വോട്ട് വാങ്ങി ജയിച്ചത് കൊണ്ട് തന്നെ അവർക്ക് UDF-നോട് മാത്രമേ പ്രതിബദ്ധത കാട്ടേണ്ടതുള്ളൂ. ഇടുക്കിയിൽ പോലും റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ റോഷി കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. UDF-ൽ നിന്നില്ലെങ്കിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസമായിരിക്കും. പാർലമെൻറ്റിലോ നിയമസഭയിലോ അദ്ദേഹത്തിന് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ്. കാരണം കോട്ടയത്തായിരുന്നാലും ഇടുക്കി ജില്ലയിലായിരുന്നാലും ഏത് സീറ്റ് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് കൊടുത്താലും ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പരാജിതനായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. മാത്രമല്ല PC ജോർജ് ഉൾപ്പെടെയുള്ളവർ ജനപക്ഷം സെക്കുലർ BJP-യിലേക്ക് ലയിപ്പിച്ച് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിന് ബദലാകാൻ UDF-ന് മാത്രമേ കഴിയൂ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ മുഖം മിനുക്കൽ പരിപാടിയെല്ലാം നശിച്ച് പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. PJ ജോസഫിന് ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്ത് നിന്ന് കൃത്യമായും പണി കൊടുത്തിട്ടുള്ളത് PC ജോർജ് തന്നെയാണ്. PC ജോർജും PC ജോർജിൻ്റെ ആളുകളും തന്നെയാണ് PJ ജോസഫിനെ കരിവാരി തേക്കാൻ നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയത്. PJ ജോസഫ് ഇടതുപക്ഷത്തായിരുന്നപ്പോൾ VS മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് വിമാനത്തിൽ നടന്ന അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും കോതമംഗലം അന്നത്തെ MLA ആയിരുന്ന ചെവില്യാർ TU കുരുവിള മന്ത്രിയാവുകയും പിന്നീടാണ് മോൻസ് ജോസഫിന് ആ വകുപ്പ് കിട്ടുകയും ചെയ്തത്. ഇവിടെ PJ ജോസഫ് ഇപ്പോൾ പ്രായാധിക്യം കാരണം മാറി നിൽക്കുന്നെങ്കിലും കൃത്യമായും പൊളിറ്റിക്കൽ ഇടപെടൽ നടത്തുന്നുണ്ട്. എന്നാൽ മോൻസ് ജോസഫാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിൽ ഇനി ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ് കേരള കോൺഗ്രസ്. അതിനെ ജോസഫ് ഗ്രൂപ്പ് എന്ന രീതിയിലേക്കായിരിക്കില്ല, യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന രീതിയിലേക്കായിരിക്കും. 2 ചിഹ്നം നേടിയതുകൊണ്ട് ജോസ് കെ മാണി വിജയിച്ചു എന്ന് കണക്കാക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്.